സർ, ഇന്ത്യ മുന്നണിയുടെ ആ ഒരു കൂടിക്കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞു. അതിൽ പങ്കെടുക്കാത്ത ഒരു കക്ഷിയായിരുന്നു DMK. DMK ഇന്ത്യ മുന്നണി വിട്ടു. പിന്നീട് കേൾക്കുന്ന പ്രധാന ഒരു കാര്യങ്ങളാണ് DMK BJPയുമായിട്ട് ചേരുന്നൊരു ലക്ഷണമുണ്ടോ? കാരണം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ടിവിക്ക് അങ്ങോട്ട് പോയതാണ് പ്രധാന വിഷയമായി ചുടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് DMK. അപ്പോൾ DMKയെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കുന്നു. അതോടൊപ്പം തന്നെ BJPക്കെതിരെ മൂന്നാമതൊരു മുന്നണി, അങ്ങനെ ഒരു വൃത്താന്തങ്ങളും കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ DMK എന്താണ് ഉദ്ദേശിക്കുന്നത്? BJPക്കെതിരെ മൂന്നാമതൊരു മുന്നണി വരും എന്നൊരു രീതിയാണോ, അതോ BJPയോടൊപ്പം ചേരാനൊരു കാര്യമാണോ ഉണ്ടാവുന്നത്? ഇതിപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ സമീപ കാലഘട്ടത്തിലൊന്നും BJPക്ക് വലിയ ഭീഷണി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത്. കാര്യം ഇന്ത്യ മുന്നണി എന്നുള്ള അത് കോൺഗ്രസ്സിൽ ഈ രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല. രാഷ്ട്രീയം അറിയാവുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ അറിയാവുന്ന ആൾക്കാരെ അവർ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ശശി തരൂരിനെതിരെ അതികഠിനമായിട്ട് നമ്മുടെ KC വേണുഗോപാലും കൂട്ടുകാരെ മത്സരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് ഈ കുറേ പേർക്ക് ഇങ്ങനെയുള്ള ഒരു കുടുംബ ഏർപ്പാടായിട്ട് കൊണ്ട് നടക്കുക, ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങളും പ്രയോജനങ്ങളും അനുഭവിച്ചിങ്ങനെ പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു പരിമിത ലക്ഷ്യം. അല്ലാതെ ഒരു ദേശീയ തലത്തിലൊരു പ്രതിപക്ഷത്തിനെ രൂപപ്പെടുത്തുക, അതിനെ കൺസീവ് ചെയ്യുക, എങ്ങനെയായിരിക്കണം ഒരു വിവിധ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പാർട്ടികളുടെയും പ്രാദേശിക പാർട്ടികളാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ കൂടുതലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് BJP കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് കോൺഗ്രസും BJPയും. ഇത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇന്ത്യയുടെ പ്രാദേശിക പാർട്ടികളാണ്. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികളെ എങ്ങനെ ഒരു ആശയത്തിൻ്റെ പുറത്ത് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാം, ആ പ്രാദേശിക പാർട്ടികളുടെ നയപരിപാടികളുമായിട്ട് അവരുടെ അതാത് സംസ്ഥാനങ്ങളിൽ മുമ്പോട്ട് പോവുകയും ആ പോക്കിനെ അത് തടസ്സവുമില്ലാതിരിക്കുകയും അതേ സമയത്ത് ഒരു പൊതുവായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ എങ്ങനെ ഈ പാർട്ടികളെല്ലാം കൂടെ ഒരു തന്തുവിൽ കോർത്തിണക്കി ഒരു പുതിയ ആശയം മുമ്പോട്ട് വെച്ചിട്ട് രാജ്യത്ത് എങ്ങനെ ഒരു നല്ലൊരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കിയെടുക്കാം എന്ന് ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഇന്ന് കോൺഗ്രസ്സിലുള്ള ആർക്കുമില്ല. പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഇന്ത്യ മുന്നണിയെ ഉള്ള രീതിയിൽ പോലും കൊണ്ടുപോകാനുള്ള ശേഷിയില്ലാത്തൊരവസ്ഥയാണ്. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ 5 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി. ആ 5 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയത് DMKയുടെ ഔദാര്യമാണ്. DMK എറിഞ്ഞു കൊടുത്ത ഒരു ഔദാര്യമാണ് ഈ 5 സീറ്റ് കിട്ടിയത്. പക്ഷേ എന്താ അവർ കാണിച്ചത്? എത്രയോ വർഷമായിട്ട് DMKയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, അല്ലേ? വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ദേശീയ തലത്തിലൊക്കെ വരുമ്പോഴത്തേക്കാണ് DMKയും കോൺഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യ മുന്നണിയിലെ 2 പ്രധാനപ്പെട്ട ശക്തികളാണ്, അല്ലേ? 30 സീറ്റല്ലേ DMKക്ക് 30 സീറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സീറ്റുകളുള്ള DMK, ആ DMK ഈ കഴിഞ്ഞ സമയത്താണെങ്കിൽ 54 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ്സിന്, അല്ലേ? അപ്പോൾ DMK എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ദേശീയ പാർലമെൻറ്റിൽ സാന്നിധ്യമുള്ളൊരു മുന്നണി. ആ മുന്നണിയോട് ചേർന്ന് നിന്നിട്ട് ഒരു മടിയുമില്ലാതെ 5 MLAമാർ കിട്ടിയതിൻ്റെ പേരിൽ 2 മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് TVKയിലേക്ക് ഓടിപ്പോയി. എന്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്, അല്ലേ? അപ്പോൾ ഒരു ദേശീയ തലത്തിൽ പാർലമെൻറ്റിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ഉള്ള ഇത് ഇങ്ങനെ ഈ TVKയോടൊപ്പം പോയി കഴിഞ്ഞാൽ DMK ദേശീയ തലത്തിൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക? ആ സ്വീകരിക്കുമ്പോൾ 30 സീറ്റ് DMK പ്രധാനപ്പെട്ട ഒരു മുന്നണിയെ 39 സീറ്റുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ DMK പോയി കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ എങ്ങനെയായിരിക്കും ഒരു ദേശീയ പാർട്ടി എന്നുള്ള കോൺഗ്രസ്സിലെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് കോൺഗ്രസ്സിനുള്ള വിശ്വാസ്യത എന്തായിരിക്കും? മറ്റ് ഘടകകക്ഷികൾ, മറ്റ് പ്രാദേശിക കക്ഷികൾ എങ്ങനെ കോൺഗ്രസ്സിനോട് സമീപനം പുലർത്തും?
ഒരു 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 പ്രതിസന്ധി വരുമ്പോഴാണല്ലോ നമ്മൾ ഒരു മറ്റ് കൂടെ നിൽക്കുന്നവരുടെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഡി എം കെയോട് ഈ രീതിയിൽ പെരുമാറിയ ഒരു ഈ കോൺഗ്രസിനോട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിക്ക് വിശ്വാസ്യതയോടെ കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു ലീഡർഷിപ്പ് ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞത് അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. അപ്പോൾ ആ ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ട് പോയിരിക്കും. 5 സീറ്റാണ് കിട്ടിയത്, അതും ഡി എം കെയുടെ ഔദാര്യം കൊണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സംഗതി അവിടെ സംഭവിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം മമതയും സോണിയാഗാന്ധിയും തമ്മിൽ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താ കാര്യം? വല്ല കാര്യമുണ്ട്? ഇപ്പം മമതയ്ക്ക് സ്വന്തം പാർട്ടി പോലും കൂടെ നിർത്താൻ പറ്റുന്നില്ല. ബംഗാളിൽ മമത ഒന്നുമല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സോണിയാഗാന്ധി ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ ഈ ബംഗാൾ ഇലക്ഷൻ വരെ എല്ലാവരും മമതയുടെ പിന്നാലെയായിരുന്നു, അല്ലേ? മമത എന്ന് വെച്ചാൽ പരാജിതയായ നേതാവാണ്. 15 വർഷം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന രാജ്യത്തെ ഭരിക്കാൻ കിട്ടിയിട്ട് അവിടുത്തെ ഒരു വിഷയങ്ങൾ പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഗുണ്ടാരാജിന് വേണ്ടി എറിഞ്ഞു കൊടുത്തു ആ ജനതയെ മുഴുവൻ. ബംഗാളികൾ പാവപ്പെട്ട ബംഗാളികളുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന് ചെല്ലുന്ന കാശ് കൊണ്ടിട്ടാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ബംഗാൾ. അപ്പം അത്തരം ഒരു നേതാവ് 15 വർഷം ഒരു രാജ്യം ഒരു സംസ്ഥാനം ഭരിക്കാൻ കിട്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ മാത്രമല്ല, ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ ഓരോ പ്രദേശവും ഓരോ ഫ്രാഞ്ചൈസി മോഡൽ ഭരണം, അതായത് ഓരോ പ്രദേശവും ഒരു ഗുണ്ട ഏൽപ്പിച്ചു കൊടുക്കുക, തൃണമൂൽ. ആ രീതിയിലേക്ക് ഇപ്പോൾ ബംഗാളിനെ മാറ്റി. ആ നേതാവ് അവസാനം പരാജയപ്പെട്ടു, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 80 MLA മാരുള്ളതിൽ എത്ര MLA കൂടെയുണ്ട് ബംഗാളിൽ? 10 താഴെ, അല്ലേ? അതോടൊപ്പം തന്നെ ഇപ്പം 28 MP പാർലമെൻറ്റിലുണ്ടായിരുന്നു. അതിൽ 20 MP ബി ജെ പിയിലേക്ക് പോയി. ബി ജെ പി അല്ലെ എൻ ഡി എയുടെ ഭാഗമാകാൻ തീരുമാനിച്ചു, മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇനി എവിടെ പാർലമെൻറ്റിലെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇനി ഏത് അടിസ്ഥാനത്തിലാണ് മമതാ ബാനർജി ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തം ഉണ്ടാകുന്നത്? തീർച്ചയായും. അപ്പോൾ ഇന്ത്യ മുന്നണി എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഇന്നലെ ഇന്ത്യ മുന്നണി ഒരു കാര്യം കൂടെ, ഇന്നലത്തെ ഇന്ത്യ മുന്നണിയിൽ DMK പങ്കെടുത്തില്ല. DMKയും TVKയും കൂടെ തമിഴ്നാട്ടിൽ ഒന്നിച്ച് ഭരിക്കുക, അല്ലേ? എന്നിട്ട് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ TVK ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നെ ആം ആദ്മി പാർട്ടി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയല്ലേ, ദേശീയ ന്യൂഡൽഹിയിൽ ഡൽഹി 2 തവണ ഭരിക്കുകയും പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബിൽ അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. പഞ്ചാബിൽ AIP ഇപ്പോൾ അവിടെ ഇലക്ഷൻ വരാൻ പോവുകയല്ലേ, അവിടുത്തെ ഏറ്റവും മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ ആ മുന്നണിയുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ ആരും പങ്കെടുത്തിട്ടില്ല, DMKയുടെ ആരും പങ്കെടുത്തിട്ടില്ല, TVKയുടെ ആരും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇനി ഉള്ള ആ സ്റ്റേജിലിരുന്ന കുറേ ആൾക്കാർ നമ്മൾ അതിനെ നോക്കി അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ മുലായം സിംഗ് എന്ത് യാദവാണ് നമ്മുടെ മുലായം സിംഗിൻ്റെ മോൻ്റെ പേര് എന്താണ്? അഖിലേഷ്. കണ്ടിന്യൂ അല്ലേ? മുലായം സിംഗിൻ്റെ മകൻ അഖിലേഷ് യാദവ് അല്ലെ UP-യിൽ. അഖിലേഷ് യാദവും പറഞ്ഞ സംഗതി എന്താണ്? കോൺഗ്രസിൻ്റെ ഈ പിടിപ്പുകേടിനെ കുറിച്ച് എടുത്തു പറയുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അവിടെ ഇന്നലത്തെ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിലേക്ക് നോക്കി അറിയാം, ഒരു ശുഷ്കമായ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ മുന്നണിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കാനുള്ള സമയമാണിത്, അല്ലേ? അപ്പോൾ ഒരു മുന്നണി എന്നുള്ളൊരു രൂപം പോലും ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ആശയം കൊടുക്കുന്നതിന് പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഉള്ള ആൾക്കാരെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. തീർച്ചയായും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJPക്കെതിരെ ഒരു മൂന്നാമതൊരു മുന്നണി എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ടോ? മൂന്നാമതൊരു മുന്നണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് TVK അതിന് മുൻകൈ എടുക്കും. അല്ല, TVK എടുക്കാൻ സാധ്യതയില്ല. TVK പടക്കാൻ അല്ലെങ്കിൽ BJPയുമായി ഇടഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ DMK മുന്നണി എടുക്കും. DMKയും AAPയും ആണ് സാധ്യതയായിട്ടുള്ളത്. DMKയുടെ എന്ത് തന്നെ പറഞ്ഞാലും അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരാണ്. ഈ സ്വാർത്ഥ താല്പര്യങ്ങളുടെ മുൻനിർത്തിയാണ് അവരൊക്കെ
പാർട്ടിയെ കൊണ്ടുപോകുന്നതെങ്കിലും അവർക്ക് ഇതിനെക്കാട്ടിയൊക്കെ കോൺഗ്രസ്സിലുള്ളവരെക്കാളൊക്കെ കൂടുതൽ അത്യാവശ്യം രാഷ്ട്രീയം അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം DMKയുടെ സ്റ്റാലിൻ ഇപ്പം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു BJPയുമായിട്ട് വിലപേശിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒരു നല്ല എൻട്രിക്ക് വേണ്ടിയിട്ട്. കാരണം ഇനിയിപ്പം സ്റ്റാലിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താണ്? സ്റ്റാലിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി DMKയുടെ സാന്നിധ്യം, അസ്തിത്വം തമിഴ്നാട്ടിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. മമതയ്ക്ക് ആ പ്രശ്നമില്ല. മമതയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് പോയി, ഇനി അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ശ്രദ്ധിക്കുന്നതുമില്ല. പാർട്ടിയും പിരിച്ചിട്ട് വരും ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ DMKയുടെ അവസ്ഥ അതല്ല. DMKക്ക് തമിഴ്നാട്ടിൽ അവരുടെ കേഡർ അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ പിടിച്ചു നിൽക്കണം. DMKയുടെ ആ നിലനിൽപ്പ് വേണം. അവിടെ പിന്നെ TVK ഒരു സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു. AIDMK ഏതാണ്ട് പിളർന്ന് പോയി, അതില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഉള്ളത് TVKയിൽ കയറുന്നു. പിന്നെ അണ്ണാമലൈ, ഒരു പ്രധാന ഘടകമാണ്. മനസ്സിലായി? അണ്ണാമലൈ ഒരു പുതിയ സൂര്യോദയം പോലെ അണ്ണാമലൈ അവിടെ ഉയർന്നു വരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് 15 ലക്ഷം ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ പോർട്ടലിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ അണ്ണാമലൈ ഈ പറഞ്ഞ വെറും BJP അംഗങ്ങളല്ല അവിടെ ചെയ്തത്. അവിടെ ഈ 3% നിന്ന് അണ്ണാമലൈ 11% വോട്ടിംഗ് പെർസെൻറ്റേജ് കൊണ്ടുപോയത് BJPയുടെ കരിസ്മ കൊണ്ടല്ല, മറിച്ച് അണ്ണാമലൈ എന്ന ആ വ്യക്തിയുടെ പ്രഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും വീക്ഷണവും വ്യക്തതയും കൊണ്ടുമാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ വളരെ ചരിത്രം അറിയാം, കാഴ്ചപ്പാടുണ്ട്, ഒരു വളരെ പിന്നെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവാണ് അവിടെ ഉദിച്ചു വരുന്നത്. ആ അണ്ണാമലയുടെ ആ ഒരു വരവ് അത് പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിനിടയ്ക്ക് DMKക്ക് അവിടെ പിടിച്ചു നിൽക്കുന്നത്. AIDMK കഴിഞ്ഞു. ഇനി DMKക്ക് ആ ഉള്ള സ്പേസിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഈ പറഞ്ഞതുപോലെ അധികാരവുമായിട്ടൊരു സംഗതി വേണം. ഈ പറഞ്ഞതുപോലെ വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPയുമായിട്ട് ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിൽക്കാൻ പറ്റുമോ നോക്കണം. അപ്പം കാരണം അവർക്ക് അതിൻ്റെ പാരമ്പര്യമുണ്ട്. 1994 മുതൽ 99 വരെയാണെന്ന് തോന്നുന്നു BJPയുമായിട്ടുള്ള സഖ്യത്തിലായിരുന്നു. BJP സർക്കാരിൽ വാജ്പേയി സർക്കാരിൽ DMK ഭാഗഭാക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതുമയൊന്നുമില്ല. അപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ അത് സ്വാഭാവികമായിട്ടും BJPയുമായിട്ട് അടുക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. മാത്രമല്ല DMK നോക്കുമ്പോഴത്തേക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ കോൺഗ്രസും നിലനിൽക്കുന്നിടത്തോളം കാലം സമീപ ഭാവിയിലെങ്കിലും കേന്ദ്രത്തിലൊരു ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. BJP തന്നെ ഭരണത്തിൽ തുടരും എന്നുള്ളത് ഒരു സാധാരണ വലിയ രാഷ്ട്രീയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. സാമാന്യ ബുദ്ധി വെച്ച് നോക്കിയാൽ മതി. കാര്യം അവരുടെ ഒരു കോർഡിനേഷനും അവരുടെ ഈ രാഷ്ട്രീയം കൊണ്ടുപോകുന്നതും രാഷ്ട്രീയ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്നതും എതിർ പാർട്ടികളിൽ ഭിന്നതയുണ്ടാക്കി കൂറുമാറ്റം നടത്തി തങ്ങളോടൊപ്പം കൊണ്ടുവരുന്നതൊക്കെ വളരെ വിദഗ്ധമായിട്ട് അവർ വളരെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മറുവശത്ത് ഇപ്പോൾ എന്താ കാണുന്നത്? ഉള്ളതിനെ പോലും കൂടെ കൊണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു ഇന്ത്യ മുന്നണി നേതൃത്വമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും DMK BJPയുമായിട്ടായിരിക്കും ഇനി അലയൻസ് ഉണ്ടാകാൻ പോകുന്നത്. കാര്യം BJPക്ക് തമിഴ്നാട്ടിൽ പിടിച്ച് നിൽക്കുക, അതേപോലെ അധികാരവുമായിട്ട് ചേർന്ന് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള അജണ്ടകളുമായിട്ടായിരിക്കും DMK മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു പേരായിട്ട് മാത്രം അവശേഷിക്കും. അല്ലെങ്കിൽ അതിന് നേതൃത്വമില്ലാതെ ഒരു മുന്നണിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു പാർട്ടിക്കോ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അണ്ണാമലയുടെ പിന്നെ സൈറ്റിൽ കയറി 15 ലക്ഷം ആൾക്കാർ ഫോളോവേഴ്സായി മാറി? അത് ഈ CJP പോലെയുള്ള സംഗതി അല്ലത്. മനസ്സിലായില്ലേ? അണ്ണാമലയുടെ സംഗതി CJP പോലെയല്ല. അണ്ണാമല വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹത്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം കൃത്യമായിട്ട് അണ്ണാമലയെ പ്ലാൻ ചെയ്തുകൊണ്ട് നീങ്ങിയൊരു സംഗതിയാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ സമീപനവും അണ്ണാമലയെ വയ്ക്കുന്നുണ്ട്. ആരോടും അതിശക്തമായിട്ടുള്ള വിദ്വേഷമൊന്നുമല്ല അദ്ദേഹം വയ്ക്കുന്നത്. അണ്ണാമലയെ വയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രീയമാണ്. അതായത് ഇന്ത്യയെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തമിഴൻ വ്യക്തിത്വം, ഒരു തമിഴ് വ്യക്തിത്വത്തെ, മനസ്സിലായില്ലേ? ഇന്ത്യയുടെ പശ്ചാത്തലം, ഇന്ത്യയിൽ നിന്ന് മാറിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദി വിരുദ്ധയുടെ പേരിലല്ല, തമിഴിനെ മനസ്സിലായിക്കൊണ്ട് തമിഴ് ഐഡൻറ്റിറ്റിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പശ്ചാത്തലത്തിൽ ഇന്ത്യയെ നിർത്തിക്കൊണ്ടുള്ള, ഇന്ത്യൻ സംസ്കൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള, ആ ഇന്ത്യൻ സംസ്കൃതിയും തമിഴ് സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെ സ്ഫുടീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അണ്ണാമലൈ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്.
അപ്പോൾ അവിടെയാണ് ഈ നേതൃത്വത്തിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ അതുപോലൊരു നേതൃത്വം ഇന്നിപ്പോൾ മറ്റു പാർട്ടികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ കാര്യമൊക്കെ ഉള്ള കഷ്ടമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വളരെ BJP ഇത്രയും കടന്ന് പാടുപെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് മഹാത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ അതല്ലേ അവർക്ക് 3 പേർക്കൂടെ ഉപദേശം കൊടുക്കുന്ന KC വേണുഗോപാലിനോ ഒന്നും ഈ ഇന്ത്യ മുന്നണിയെ എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം കിട്ടിയ അത്ര പോലും സീറ്റുകൾ അടുത്ത പ്രാവശ്യം ഈ കോൺഗ്രസിനും കിട്ടാൻ സാധ്യത കുറവാണ്. ഇന്ത്യ മുന്നണിയായിട്ട് മത്സരം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.